ഹലോ. അപ്പൊ നമ്മള് കൊടൈക്കനാല് ട്രിപ്പാണ് ട്ടോ. അപ്പൊ കൊടൈക്കനാലില് പോകുന്നത് വെറുതെ സ്ഥലങ്ങള് കാണല് മാത്രല്ല ഉദ്ദേശിക്കണേ. അപ്പൊ നമ്മളന്ന് വേളാങ്കണ്ണി പോയപ്പോ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? എത്ര രൂപ നമുക്ക് എക്സ്പെൻസ് ഒക്കെ വരണുണ്ടെന്ന്. അതുപോലെ തന്നെ ഈ കൊടൈക്കനാല് ട്രിപ്പിനും നമ്മൾ എത്ര രൂപയാ വരുന്നത്? നമ്മൾ 2 ദിവസത്തെ സ്റ്റേ ആണ് ഉദ്ദേശിക്കണേ. അപ്പൊ അവിടുത്തെ ഭക്ഷണത്തിന് വരണ ചെലവ്, റൂം റെന്റ്, നമുക്ക് റണ്ണിങ് ചാർജ് ഇതെല്ലാം കൂടെ നമുക്ക് എത്ര എക്സ്പെൻസ് മൊത്തം വന്നു. പിന്നെ അതുപോലെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. പിന്നെ അതുപോലെ അവിടെ ചെന്നിട്ട് ഓരോ ദിവസം പോകുന്നതും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങൾ അവിടുത്തെ സ്പെഷ്യലൈസ് ചെയ്ത് കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് ഒരു വീഡിയോ ഒക്കെ ഇടാം. കാരണം എല്ലാം കൂടെ ഇടുമ്പോൾ 10-40 മിനിറ്റ് ഒക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യണേ. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം ട്ടോ. ഓക്കെ. അപ്പൊ നമ്മളിതേ ടൂറ് പോവാൻ തുടങ്ങി ട്ടോ. അപ്പൊ ഇതില് ഒരുപാട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അല്ല ഇതിലിട്ടിട്ടുള്ളത്. അത് പിന്നാലേക്ക് ഇടാം ട്ടോ. ഇതിപ്പോ നമ്മുടെ എക്സ്പെൻസ് മാത്രമാണ്. അപ്പൊ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ പെട്രോൾ അടിച്ചു. പെട്രോൾ അല്ല ഡീസൽ അടിച്ചു. 1500 രൂപയ്ക്കായിട്ട് അയച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ റണ്ണിങ്ങിലാണ്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറി. രാവിലെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയ കാരണം ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് ആലത്തൂര് അവിടെ എത്തിയപ്പോ ഒരു ശരവണ ഭവനിലോ മറ്റോ കയറി. അവിടുന്ന് ഫുഡ് കഴിച്ചു. അപ്പൊ ഉച്ചത്തെ ഫുഡ് കൂടെ പാർസൽ മേടിച്ചു. കാരണം ഇനിയിപ്പം റണ്ണിങ്ങില് വേറെ എവിടെയും ഷോപ്പ് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട്. അതിന് 1088 രൂപയായിട്ടോ. 2 ലിറ്റർ വെള്ളം അടക്കം. അത് കഴിഞ്ഞ് ഞങ്ങള് കുറച്ച് നേരം ദൂരം പോയി. അപ്പൊ നമ്മള് പഴനീന്ന് കഴിഞ്ഞതിന് ശേഷം, പഴനി കടന്നതിന് ശേഷമാണ് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ നിർത്തിയത്. അപ്പോ ഈ പുളിമരങ്ങളൊക്കെയുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിർത്തിയിട്ട് കഴിക്കുമ്പോൾ ഇത്തിരി സൈലന്റാ. വലിയ തിക്കും തിരക്കൊന്നുമില്ല. അങ്ങനെ ഞങ്ങള് കുറച്ചങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തമിഴ്നാട്ടിലേക്ക് കടന്നപ്പോൾ ഒന്നും കൂടെ ഡീസൽ അടിച്ചു. അത് 3600 രൂപയ്ക്ക് അടിച്ചു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോയതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് മേടിച്ച ഫുഡ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കാറിൽ ഇരുന്നിട്ട് തന്നെ 3 മീൽസേ മേടിച്ചുള്ളൂ. അപ്പൊ അത് ഷെയർ ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ പോയി കഴിഞ്ഞ് ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് ഇതേ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ കൊടൈക്കനാൽ എത്തുന്നേക്കാൾ മുന്നായിട്ട് തന്നെ 2 സൈഡിൽ ഷോപ്പുകളുണ്ടല്ലോ. അവിടുന്ന് ഒരു ചായ കുടിക്കാന്ന് കരുതി കയറി. എന്നിട്ട് 2 ചായയും 2 മാഗിയും ഓർഡർ ചെയ്തു. അപ്പൊ അത് കഴിച്ചു. അത് കഴിക്കാനായിട്ട് നമുക്ക് ചെലവ് വന്നത് 120 രൂപയാട്ടോ. മാഗിക്ക് ആകെ 50 രൂപ വെച്ച് രണ്ടെണ്ണത്തിന്. അപ്പൊ അത് കഴിച്ച് കഴിഞ്ഞ് അവിടുന്ന് കുറച്ചും കൂടി കയറി കഴിഞ്ഞ് ഞങ്ങൾ ക്യാരറ്റ് ഒക്കെ സൈഡിൽ വിൽക്കാൻ വെച്ചേക്കണ കണ്ടു. അപ്പൊ അവിടുന്ന് ഒരു 50 രൂപയ്ക്ക് ക്യാരറ്റ് വാങ്ങിച്ചു. ഇനി റൂം അന്വേഷിച്ചുള്ള നടത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വിവേര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിൽ റൂം കിട്ടി. അത്യാവശ്യം നല്ല റൂം തന്നെയായിരുന്നു. 2 ദിവസത്തേക്ക് എടുത്തായിരുന്നു. 1600 രൂപയാണ് സോറി 6000 രൂപയാണ് വരണേ. 3000 രൂപ വെച്ചിട്ട്. അപ്പോൾ അതിൽ രാവിലത്തെ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. രാത്രിയത്തെ ഫുഡ് ഇല്ല. അപ്പൊ അവിടെ തന്നെ അവിടെ കയറിയിട്ട് രാത്രിയത്തെ ഫുഡ് ആ റെസ്റ്റോറന്റിൽ നിന്ന് തന്നെ ആ ഹോട്ടലിനോട് അവരുടെ തന്നെ റെസ്റ്റോറന്റിൽ നിന്ന് ഞങ്ങൾ കഴിച്ചു ട്ടോ. അത് കഴിഞ്ഞൊന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങി കോട്ടും കാര്യങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് റൂമിൽ വന്ന് അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് കാലത്ത് ദേ ചായ കുടിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. പിറ്റേന്ന് കാലത്ത് ആ ചായയും കാര്യങ്ങളൊക്കെ അവിടെ ഫ്രീ ആണ്. രാവിലത്തെ ഫുഡ് മാത്രം. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങണേക്കാൾ മുന്നേ അവിടെ ഒരു അടുത്ത് തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരാൾക്ക് 30 രൂപ വെച്ചാണ്. ഞങ്ങളങ്ങനെ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ 120 രൂപയാണ് അവിടെ കയറാനായിട്ട് വന്ന കാശ് ട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഫേമസ് ചർച്ച് ഉണ്ട്. ആ ചർച്ചിൽ കയറി. അവിടെയൊന്നും അങ്ങനെ കാശ് ചിലവൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് നേരെ ഒരു കേരള റെസ്റ്റോറന്റ് ഉണ്ട്. കൊച്ചിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അവിടെ കേരള ഫുഡൊക്കെ കിട്ടും. അപ്പോൾ അതൊന്ന് കഴിക്കാന്ന് കരുതി. അപ്പൊ അവിടെ ഉച്ചയായി അപ്പോഴത്തേനും. അപ്പൊ അവിടെ കയറി ഞങ്ങൾ ചോറ് 3 മീൽസും ചില്ലി ചിക്കനും പിന്നെ മുട്ട ഓംലേറ്റും ഒക്കെ പറഞ്ഞപ്പോൾ ഒരു 700 രൂപയുടെ ഫുഡ് ആയിട്ടുണ്ട് അത്. അങ്ങനെ ആ ഉച്ചത്തെ ഫുഡിന് 700 രൂപയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇതാണ് പൂണ്ടി എന്ന് പറഞ്ഞ പ്ലേസിൽ ചെന്നിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ ഫുൾ വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മറക്കാണ്ട് കണ്ടോളൂ. ഇത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാ. അപ്പോൾ അവിടെ പോയി അത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നേരം വൈകി. അപ്പൊ നേരെ ഒരു ഹോട്ടലിലേക്ക് കയറി ഞങ്ങൾ. അവിടുന്ന് ഞാനൊരു പൊറോട്ട, ഉണ്ണിയപ്പം ദോശ അങ്ങനെയൊക്കെ കഴിച്ചു. അതിന് 630 രൂപയായി. അങ്ങനെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കിടന്നു. ഇനി നാളത്തെ ഒരു ദിവസം കൂടി ഇവിടെ സ്റ്റേ ഉള്ളൂ കേട്ടോ. പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റു. ആ ഹോട്ടലിന്റെ റെസ്റ്റോറന്റിൽ തന്നെ പോയിട്ട് ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിച്ചു. പിന്നെ ഈ കട്ടൻ ചായക്കൊക്കെ കാശ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം കേട്ടോ. അപ്പൊ ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. അപ്പൊ അതിന് മുന്നേ ഒന്നും കൂടെ ഡീസൽ അടിച്ചു. അത് 2099 രൂപയ്ക്കായിട്ട് അടിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോണത് ഇനി അവിടെ അടുത്ത് തന്നെ ഒരു മുരുക ടെമ്പിൾ ഉണ്ടല്ലോ. അത് കുറച്ച് നല്ല ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. അവിടേക്ക് പോവാന്ന് വിചാരിച്ചു.
അപ്പൊ അവിടെ വെളുത്തുള്ളിയൊക്കെ കച്ചവടം നടത്തണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു 2 കിലോ വെളുത്തുള്ളി മേടിക്കാന്ന്. അത് ഞാൻ പേഴ്സണലായിട്ട് മേടിച്ചതാണ്. അത് ഇതില് ഇൻക്ലൂഡ് ചെയ്യണ്ട. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിച്ചാൽ മതിയല്ലോ. അപ്പം ഞാനത് മേടിച്ചു. അത് 300 രൂപയാണ് അതിനായത്. അപ്പൊ അങ്ങനെ 600 രൂപ അതിനായി. പിന്നെ ഒരു തലവേദനയുടെ എന്താ പറയാ ഒരു ബാമൊക്കെ ഉണ്ട്. അതും ഞാൻ മേടിച്ചില്ല കേട്ടോ. പിന്നെ നേരെ വന്ന് വീണ്ടും ഈ കേരള റെസ്റ്റോറന്റിലേക്ക് തന്നെയാണ്. കാരണം ഇവിടുന്ന് ഇനിയിപ്പം പോണമല്ലോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ പോകേണ്ട സമയമൊക്കെ ആയി. അപ്പൊ ആ ഭക്ഷണത്തിന് വന്ന കാശ് എന്ന് പറയുന്നത് 760. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് തിരിച്ച് എന്താ ഗുണ കേവിലും കൂടെ കേറിയിട്ട് പാർക്കിലൊക്കെ ഒന്ന് കറങ്ങാന്നും കൂടെ കരുതി. ഗുണ കേവിന്ന് ഇറങ്ങിയിട്ട്. അപ്പൊ ഇവിടെ എത്തിയപ്പോ ഒരു 4 മണിയൊക്കെ ആയി 3:30 ആയിട്ടുണ്ട്. അപ്പൊ ഒന്നൊരു ചായ കുടിക്കാന്ന് കരുതി. അങ്ങനെ അവിടുന്ന് ഒരു ചായ കുടിച്ച് പിന്നെ എന്താ ബ്രെഡ് ഓംലേറ്റ് ഒക്കെ കഴിച്ചു വന്നപ്പോ 180 രൂപയായി. അത് കഴിഞ്ഞ് ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങി കുറച്ചു നേരമൊക്കെ നടന്ന് ഞങ്ങള് വീണ്ടും ടൗണിലോട്ട് തന്നെ തിരിച്ചു പോന്നു. അതിന്റെ ഇടയില് ഈ അവിടെ നമ്മുടെ ലേക്കിന്റെ അവിടെയൊക്കെ ഈ ബലൂൺ ഇങ്ങനെ പൊട്ടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അതും ഞങ്ങള് വളരെ കഷ്ടപ്പെട്ട് അതൊക്കെ പൊട്ടിച്ചു ട്ടോ. ഇത്രയധികം ബലൂണിന്റെ ഇടയിൽ പൊട്ടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങള് സിമ്പിളായിട്ട് അത് പൊട്ടിച്ചു. അത് കഴിഞ്ഞ് എന്താ ചെറിയൊരു ഷോപ്പിംഗ് നടത്തി. അപ്പൊ അത് സാധനങ്ങൾക്കൊക്കെ 1980 രൂപയായി. പിന്നെ അതുപോലെ ഞാൻ വേറൊരു കാര്യമുണ്ട്. റൂമില് നമ്മള് എക്സ്ട്രാ ഫുഡ് കഴിച്ചിരുന്നുല്ലോ നൈറ്റ്. അതിന് 1549 രൂപയായിട്ടാ. അത് കഴിഞ്ഞ് രാത്രി ഞങ്ങള് പൊള്ളാച്ചിയിലൊക്കെ എത്താറാവണ കണ്ട് ഭക്ഷണം കഴിച്ചു. രാത്രിയിലത്തെ ഫുഡ് അത് 690 രൂപ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് സുഖകരമായിട്ട് തിരിച്ചു പോന്നു. അപ്പൊ ടോട്ടൽ നമുക്ക് വന്ന ചെലവ് 21,266 രൂപയാണ് കേട്ടോ. ഈ 2 ദിവസത്തെ ട്രിപ്പിന് വന്നിട്ടുള്ളത്. ഇതില് ചില കാര്യങ്ങളൊക്കെ വേണേ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതില് നമുക്ക് ഈ 2 ദിവസത്തെ സ്റ്റേക്ക് വന്നിട്ടുള്ള ഒരു എക്സ്പെൻസ് മാത്രമാണ് ഇതില് പറഞ്ഞിട്ടുള്ളൂ ട്ടോ. അപ്പൊ നമുക്കിപ്പോ ഈ കണ്ട സ്ഥലങ്ങളുടെയൊക്കെ ഫുൾ വീഡിയോസ് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും കണ്ടോളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.